നടത്തം. ഉച്ചഭക്ഷണത്തിന് ശേഷമുള്ള മൈതാനത്തിലെ കളി കഴിഞ്ഞ ടോട്ടോച്ചാൻ കൂട്ടുകാരോടൊപ്പം ക്ലാസ്സിലേക്ക് മടങ്ങി. ടീച്ചർ കുട്ടികളെ കാത്തിരിക്കുകയായിരുന്നു. അവർ പറഞ്ഞു, രാവിലെ ഒരുപാട് പഠിച്ചു ക്ഷീണിച്ചു അല്ലേ? ഇനി നമുക്ക് എന്താ വേണ്ടേ? ഇനി എന്താണ് വേണ്ടതെന്ന് കൊച്ചു ടോട്ടോയ്ക്ക് ചിന്തിക്കാൻ പോലും കഴിയും മുമ്പ് കുട്ടികൾ ഒന്നോടെ വിളിച്ചു പറഞ്ഞു, നടത്തം. എന്നാൽ അങ്ങനെ ആവട്ടെ. ടീച്ചർ പറയും തീരും മുമ്പ് കുട്ടികൾ വാതിലേക്ക് കുതിച്ചു. തിക്കി തിരക്കി അവർ പുറത്തേക്കിറങ്ങി. ടോട്ടോച്ചാൻ അതിശയിച്ചു നിന്നുപോയി. അച്ഛനോടും റോക്കിയോടും ഒപ്പം അവൾ നടക്കാൻ പോകാറുണ്ട്. പക്ഷേ ഇതാദ്യമായാണ് അവൾ സ്കൂൾ നടത്തത്തെക്കുറിച്ച് കേൾക്കുന്നത്. എങ്കിലും കൊച്ചു ടോട്ടോയ്ക്ക് അങ്ങനെ മടിച്ചു നിൽക്കാനായില്ല. കാരണം നടക്കാനിറങ്ങുക അവൾക്കെന്നും ആഹ്ലാദകരമായിരുന്നു. പ്രഭാത പാഠങ്ങളെല്ലാം പണിപ്പെട്ട് തീർത്തു കഴിഞ്ഞാൽ കുട്ടികളുടെ തല തണുപ്പിച്ചെടുക്കേണ്ടതുണ്ട്. അതിനുവേണ്ടിയാണ് നടത്തം. ടോട്ടോച്ചാൻ അത് പിന്നീടാണ് മനസ്സിലായത്. ഒന്നിലെ കുട്ടികൾക്ക് മാത്രമല്ല, 6ാം തരത്തിൽ പഠിക്കുന്നവർക്ക് പോലുമുണ്ട് ഈ സ്കൂൾ നടത്തം. ടീച്ചറും കുട്ടികളോടൊപ്പം കൂടി പുറത്ത് ഒരരുവിയുടെ ഓരം പറ്റി 1ാം ക്ലാസ്സിലെ 9 കുട്ടികളും അവരുടെ അധ്യാപികയും നടന്നു. അരുവിയുടെ ഇരുകരകളിലും അടുത്തിടെ മാത്രം പൂത്തു നിറഞ്ഞ ചെറിയുടെ നീണ്ട നിരകൾ, കണ്ണെത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന മഞ്ഞ നിറമുള്ള കടുകിൻ പൂക്കളുടെ പാടം. ഇത് പണ്ടുകാലത്തെ കാര്യമാണ്. അന്ന് ജിയോഗാക്ക മുഴുവനും പാടമായിരുന്നു. ഇന്നോ നിറയെ കൂറ്റൻ കെട്ടിടങ്ങൾ തിങ്ങി നിറഞ്ഞിരിക്കുന്നു. പഴയ തോട് മൺമറഞ്ഞു പോയിട്ട് ഒരുപാട് കാലമായി. നമ്മൾ കുഹോൻബത്സു ക്ഷേത്രത്തിന്റെ അവിടം വരെയാ പോവുക. ഞൊറിയിൽ വെള്ളമൊയിലിന്റെ പടം തുന്നിച്ചേർത്ത ഫ്രോക്ക് അണിഞ്ഞിരുന്ന ആ കൂട്ടുകാരി ടോട്ടോച്ചാനോട് പറഞ്ഞു, കഴിഞ്ഞ തവണ ഞങ്ങൾ വന്നപ്പോൾ അവിടെയുള്ള കുളത്തിൽ ഒരു വലിയ പാമ്പ്, പിന്നെ അവിടെ ഒരു പഴയ കിണറുണ്ട്, അതിനുള്ളിലൊരു വാൽനക്ഷത്രം കത്തി വീണിട്ടുണ്ടെന്നാ പറയണേ. വിടർന്ന കണ്ണുകളോടെ സാക്കോച്ചാൻ പറഞ്ഞു. കുട്ടികൾ അങ്ങനെ നടക്കുകയാണ്. അവർക്ക് തോന്നിയതെല്ലാം ചലപലേ പറഞ്ഞുകൊണ്ട്. മാനത്ത് നല്ല തെളിച്ചം, ചിത്രശലഭങ്ങൾ നിറഞ്ഞു പാറുകയായിരുന്നു. ഏതാണ്ട് 10 മിനിറ്റോളം അവർ നടന്നു കാണും. ടീച്ചർ പെട്ടെന്ന് നിന്നു. ആ കടുകിൻ പൂക്കൾ കണ്ടോ? പൂക്കളുടെ മഞ്ഞ വയലിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് ടീച്ചർ ചോദിച്ചു. എന്തിനാണ് പൂക്കൾ വിരിയുന്നത്? ടീച്ചർ വിവരിക്കാൻ തുടങ്ങി. കേസരങ്ങളെയും അണ്ഡകോശങ്ങളെയും കുറിച്ച് ടീച്ചർ പറഞ്ഞുകൊണ്ടിരിക്കെ തെരുവോരത്ത് കടുകിൻ പൂക്കൾക്കരികിലിരുന്ന് കുട്ടികൾ അവ പരിശോധിക്കാൻ തുടങ്ങി. പൂമ്പാറ്റകൾ പൂക്കളെ സഹായിക്കുന്നത് എങ്ങനെയാണെന്ന് ടീച്ചർ വിശദീകരിക്കുകയാണ്. പൂമ്പാറ്റകൾ അപ്പോഴും തിരക്കു പിടിച്ച് അവരുടെ പണിയിൽ ഏർപ്പെട്ടിരിക്കുന്നു. കുട്ടികൾ കൗതുകത്തോടെ അത് നോക്കി നിന്നു. ടീച്ചർ വീണ്ടും മുന്നോട്ട് നടന്നു. അപ്പോഴേക്കും കുട്ടികൾ നിരീക്ഷണം അവസാനിപ്പിച്ച് എഴുന്നേറ്റു. അവർ കേസരത്തെയും അണ്ഡകോശത്തെയും കുറിച്ചുള്ള ചർച്ചയിലാണ്. മറ്റു കുട്ടികൾക്ക് എന്ന പോലെ കൊച്ചു ടോട്ടോയ്ക്ക് ഒന്നും മനസ്സിലായി. കേസരങ്ങളും അണ്ഡകോശങ്ങളും വളരെ പ്രധാനപ്പെട്ടവയാണ്. 10 മിനിറ്റ് കൂടി നടന്നപ്പോൾ അവർ മരങ്ങൾ തിങ്ങി നിറഞ്ഞ ഒരിടത്തെത്തി. ചെറിയൊരു വനം, അതിന്റെ നടുവിൽ കുഹോൻബത്സു ക്ഷേത്രം. അവർ ക്ഷേത്രപ്പറമ്പിലെത്തി. കുട്ടികൾ 4 പാടും ചിതറിയോടി. വാൽനക്ഷത്രം വീണ കിണർ കാണേണ്ടേ? സാക്കോച്ചാൻ ധൃതിക്കിടയിൽ ചോദിച്ചു. ടോട്ടോച്ചാൻ ആ കിണർ കാണാൻ കാത്തിരിക്കുകയായിരുന്നു. കേൾക്കേണ്ട താമസം അവൾ പിന്നാലെ ഓടി. കിണർ കല്ലുകെട്ടി ഉണ്ടാക്കിയതുപോലെ ഇരിക്കുന്നു. അവളുടെ നെഞ്ചോളം പൊക്കം, പലക കൊണ്ടുള്ള അടപ്പ്. അവർ മൂടി പതുക്കെ ഉയർത്തി ഉള്ളിലേക്ക് എത്തി വലിഞ്ഞു നോക്കി. കുറ്റാകൂരിരുട്ട്. ടോട്ടോച്ചാൻ സൂക്ഷിച്ചു നോക്കി. താൻ മനസ്സിൽ കണ്ട കത്തി തിളങ്ങുന്ന വാൽനക്ഷത്രം എവിടെ? ഇല്ല. ഇരുട്ടിനിടയിൽ കല്ലുകളുടെയോ കോൺക്രീറ്റിന്റെയോ കൂന പോലെ എന്തോ ഒന്ന് മാത്രം കുറേശ്ശെ തെളിഞ്ഞു കാണാം. അവൾ കുറേ നേരം കിണറ്റിനുള്ളിലേക്ക് തന്നെ ഉറ്റുനോക്കി നിന്ന ശേഷം ചോദിച്ചു, ഇതിനുള്ളിലെ തിളങ്ങണ വാൽനക്ഷത്രം കുട്ടി കണ്ടിട്ടുണ്ടോ? ഇല്ല, സാക്കോച്ചാൻ പറഞ്ഞു. നക്ഷത്രം തിളങ്ങാത്തതിനെ കുറിച്ച് കൊച്ചു ടോട്ടോയ്ക്ക് അത്ഭുതമായിരുന്നു. അവൾ അല്പനേരം ചുഴിഞ്ഞാലോചിച്ചു. ഉറങ്ങായിരിക്കും. നക്ഷത്രം ഉറങ്ങൂ? വലിയ വട്ടക്കണ്ണുകൾ ഒന്നുകൂടി വിടർത്തിക്കൊണ്ട് സാക്കോച്ചാൻ ചോദിച്ചു. അതെ, പകൽ ഉറങ്ങായിരിക്കും, രാത്രിയിലെ ഉണർന്ന് തിളങ്ങും. ടോട്ടോച്ചാന്റെ മറുപടി പെട്ടെന്നായിരുന്നു. കാരണം അക്കാര്യത്തെക്കുറിച്ച് അവൾക്ക് തന്നെ തീർച്ചയില്ലായിരുന്നു. കുട്ടികൾ കൂട്ടം ചേർന്ന് ക്ഷേത്രപ്പറമ്പിന് ചുറ്റി നടന്നു തുടങ്ങി. ക്ഷേത്ര കവാടത്തിന് ഇരുപുറവും മുഴുത്ത കുടവണ്ടി വെച്ച ദ്വാരപാലകന്മാർ. കുട്ടികൾ ആ രൂപങ്ങളെ നോക്കി പല്ലിളിച്ചു കാട്ടി. അരണ്ട വെളിച്ചത്തിൽ മുറിയുടെ മധ്യത്തിലായി തെളിയുന്ന ബുദ്ധവിഗ്രഹം. അതിലേക്ക് സൂക്ഷിച്ചു നോക്കിയപ്പോൾ കുട്ടികൾക്ക് ഭയം തോന്നിപ്പോയി. കല്ലിൽ പതിഞ്ഞിരിക്കുന്ന തെങ്കുവിൻ്റേതെന്ന് പറയപ്പെടുന്ന കൂറ്റൻ കാൽപ്പാടിൽ അവർ തങ്ങളുടെ പാദങ്ങൾ വെച്ചു നോക്കി. അല്പമകലെ തടാകത്തിൽ കുതുമ്പു വള്ളങ്ങൾ. അവർ കുളക്കരയിലേക്ക് നടന്നു. വഞ്ചിയിലിരിക്കുന്നവർക്ക് സലാം പറഞ്ഞു. മിനുസമുള്ള വെള്ളാരം കല്ലുകൾ പെറുക്കിയെടുത്ത് കല്ലറകൾക്ക് ചുറ്റും കളം വരച്ച് വട്ടുകളിച്ചു മതിയാവോളം. ടോട്ടോച്ചാന് എല്ലാം പുതുമയായിരുന്നു. ഓരോ കണ്ടുപിടുത്തവും അവൾ ആർപ്പ് വിളിയോടെ എതിരേറ്റു. സൂര്യൻ ചാഞ്ഞു തുടങ്ങി. ടീച്ചർ പറഞ്ഞു, പോകാൻ നേരായി. കടുകിൻ പൂക്കൾക്കും ചെറുനിരകൾക്കുമിടയിൽ നീളുന്ന നിരത്തിലൂടെ കുട്ടികൾ തങ്ങളുടെ തീവണ്ടിപ്പള്ളിക്കൂടത്തിലേക്ക് മടങ്ങി. ചരിത്രത്തിന്റെയും ശാസ്ത്രത്തിന്റെയും കാതലായ പാഠങ്ങളായിരുന്നു ഈ യാത്രകളെന്ന് അപ്പോൾ അവർ അറിഞ്ഞിരുന്നില്ല.
ടോട്ടോച്ചാനെ ഇതിനകം എല്ലാ കുട്ടികളും കൂട്ടുകാരായി മാറിക്കഴിഞ്ഞിരുന്നു. എല്ലാവരും ചിരകാല പരിചിതരെന്ന പോലെയാണ് അവൾക്ക് തോന്നിയത്. തിരിച്ചു പോകും വഴി അവൾ വിളിച്ചു പറഞ്ഞു, നമുക്ക് നാളെയും പോവാട്ടോ നടക്കാൻ. പോവാം. ചാടി തിമിർത്തുകൊണ്ട് കുട്ടികൾ അത് ശരിവെച്ചു. കിളികൾ പാടിക്കൊണ്ടിരുന്നു. ശലഭങ്ങൾ അപ്പോഴും തിരക്കു പിടിച്ച പണിയിലാണ്. അവളുടെ കൊച്ചു മനസ്സിൽ ആഹ്ലാദം അണപ്പൊട്ടിയൊഴുകി.